ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വിസി നിയമനത്തിൽ സർക്കാരിനോടും ഗവർണറോടും സമവായത്തിലെത്താൻ ആവർത്തിച്ച് സുപ്രീം കോടതി. ഇരുകൂട്ടർക്കും സമവായത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ കോടതി നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. യോഗ്യത ഉള്ളവരെയാണ് നിയമിക്കേണ്ടതെന്നും ജസ്റ്റിസ് JB പർദിവാല പറഞ്ഞു. സെലക്ഷൻ കമ്മിറ്റി നൽകിയ 2 പേരുകൾ മുഖ്യമന്ത്രിക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചാൻസലർ കോടതിയിൽ വാദിച്ചു. കേസ് വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. അതേസമയം വിസിമാരുടെ നിയമനത്തിൽ ഗവർണർക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി ഇന്ന് രംഗത്തുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് മുൻഗണനാ ലിസ്റ്റ് നൽകിയത്. സുപ്രീം കോടതി നിർദ്ദേശം ഗവർണർ ലംഘിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. ഇക്കാര്യത്തിൽ കൃത്യമായ സുപ്രീം കോടതിയുടെ നിലപാടുകളുടെ ലംഘനമല്ലേ ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഇവിടെ ഈ പറയുന്ന മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റ് കൊടുത്തത് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശം പാലിച്ചതാണ്. ആ നിർദ്ദേശം ഗവർണറെ പോലൊരാൾ ലംഘിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. വളരെ വിചിത്രമായ കാര്യമാണ്. ഇത്ര നഗ്നമായി സുപ്രീം കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത്? അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വിസി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വീണ്ടും ഇവിടെ തർക്കം നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയെ തള്ളുന്നു ഗവർണർ. ഗവർണറുടേത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് എന്ന വിമർശനം മുഖ്യമന്ത്രി പരസ്യമായി ഉന്നയിക്കുന്നു. എന്താണ് ഈ വിഷയത്തിലെ ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടൽ? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? GK ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വിസി നിയമനത്തിൽ ഒരു പ്രശ്നം നിലനിന്നിരുന്ന തർക്കം പരിഹരിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ച് അന്ന് ഈ ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ ചെയർമാനാക്കിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനും പേരുകൾ നിർദ്ദേശിക്കുവാനായി ഒരു പരിഹാരം കണ്ടത്. പക്ഷേ വീണ്ടും ഒരു തർക്കം ഉടലെടുക്കുകയും ആ വിഷയം ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ചാൻസലർ ഒരു പുതിയ സത്യവാങ്മൂലം ഇന്നലെ സമർപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചാൻസലർ നൽകിയ മറുപടി, ഈ സെലക്ഷൻ കമ്മിറ്റി നൽകിയ 2 പേരുകൾ തെരഞ്ഞെടുക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ജസ്റ്റിസ് JB പർദിവാല വ്യക്തമാക്കിയത്, നമ്മളിത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയാണ്. ആ സമയത്തിനുള്ളിൽ ഒരു സമവായത്തിൽ എത്താനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സമവായത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി തന്നെ നിയമനം നടത്തും. ഈ പട്ടികയിൽ നിന്നുള്ള ഒരു നിയമനം സുപ്രീം കോടതി നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സർക്കാരിനോടും ഗവർണറോടും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്താൻ വീണ്ടും ആവർത്തിക്കുകയാണ് സുപ്രീം കോടതി. പരിഹാരമായില്ലെങ്കിൽ കോടതി ഇടപെടും എന്ന കൃത്യമായ ഒരു നിർദ്ദേശം ഇന്ന് നൽകിയിരിക്കുകയാണ്. എന്തായാലും ആദ്യം ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് അറിയിച്ചെങ്കിലും ഒടുവിൽ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ പരിഗണിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ പരിഹാരം കാണാൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിയാൽ അത് നല്ലത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ട് ഇതിലൊരു നിയമനം നടത്തും എന്നാണ്. വ്യാഴാഴ്ച വരെ സമയം അനുവദിച്ചിരിക്കുന്നു സുപ്രീം കോടതി. സമവായമായില്ലെങ്കിൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഒരു ഇടപെടൽ ഉണ്ടാകും. സുപ്രീം കോടതി ഇടപെട്ട് നിയമനം നടത്തും എന്നാണ് ഇരു കൂട്ടരോടും കോടതി പറഞ്ഞിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.